ഓക്കെ, അത് നോക്കിക്കോ. സപ്പോസ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തരും. എന്താ അതിനർത്ഥം? സി എച്ച് സപ്പോസ് സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച് പ്ലസ് 2H2. നമ്മൾ നേരത്തെ 2Cl2ൻ്റെ കാര്യം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ 2H2? അതായത് ഇതിനർത്ഥം നമ്മൾ 2 പ്രാവശ്യം ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന അർത്ഥം. എന്താ അർത്ഥം? 2 പ്രാവശ്യം ഹൈഡ്രജൻ ആഡ് ചെയ്ത് ഇത് നമ്മൾ പറയാം 2 molecules ഓഫ് ഹൈഡ്രജൻ എന്നാണ്. 2 molecules ഓഫ് ഹൈഡ്രജൻ എന്നാ പറയാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ വേർഡ്സിൽ തരാം 2 molecules ഓഫ് ഹൈഡ്രജൻ. ഓക്കെ, സോ 2 പ്രാവശ്യം ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. ഞാൻ കാണിച്ചു തരാം അത്. അതായത് 2H2 എന്ന് പറഞ്ഞതിനർത്ഥം H2 ഉണ്ട്, വേറൊരു H2 ഉണ്ട്, ഇതേമാതിരി 2 H2 ഉണ്ട്. അതിനർത്ഥം ഞാൻ കാണിച്ചു തരാം. 2H2 മീൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 2H2 എന്ന് പറഞ്ഞാൽ അർത്ഥം ആദ്യം നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ കൂടെ ഒരു H2 ആഡ് ചെയ്യും. അപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടത്തില്ലേ? ആ കോമ്പൗണ്ടിൻ്റെ കൂടെ അടുത്ത H2 ആഡ് ചെയ്യും. അതാണ് 2H2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കോ, ഇതെങ്ങനെ ചെയ്യാൻ നോക്കിക്കോ. സി എച്ച് ട്രിപ്പിൾ ബോണ്ട് സി എച്ച്, അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു H2നെ ആഡ് ചെയ്യുക. പറ എന്താ ഇവിടെ ചെയ്യേണ്ടത്? അഡിഷൻ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ബോണ്ട് ബ്രേക്ക് ചെയ്ത കാർബണിനകത്തേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുക, ഹൈഡ്രജൻ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH2 ഡബിൾ ബോണ്ട് CH2 അല്ലേ? ഇവിടെ H വരുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2. ഇനി ഈ കിട്ടിയ കോമ്പൗണ്ടില്ലേ, ആ കോമ്പൗണ്ടിനകത്തേക്ക് ഒന്നുകൂടെ H2നെ ആഡ് ചെയ്യുക. നോക്ക്, 2 H2 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു H2നല്ലേ എടുത്തിട്ടുള്ളൂ. ഇനി ഒരു H2 കൂടെ ബാക്കിയില്ലേ, അതിനെതാ ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റും? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. പറ എടാ, ഇവിടെ നിക്കൽ ഉണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും എഴുതാത്തതാണ് കേട്ടോ. നിക്കൽ അവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? H2. പറ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ഇവിടെ ഒരു H, ഇവിടെ ഒരു H. പറ CH3 സിംഗിൾ ബോണ്ട് CH3. ഇതാണ് ഇതിനർത്ഥം. ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ചൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻസിലും ചോദിച്ചു നോക്കാം. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷനുകളെ പറ്റി നോക്കാൻ പോവാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഉറപ്പായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഈ സാധനം ഉണ്ട്, ബോക്സിനകത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ഇനി പറയാൻ പോണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. So if you have CH2 double bond CH2 and you are going to add H2 ആഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു, Cl2 ആഡ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. സപ്പോസ് നിങ്ങൾ ആഡ് ചെയ്യുന്നത് HCl ആണെന്ന് വിചാരിക്കാം. ഹൗ ഡസ് ദിസ് റിയാക്ഷൻ അണ്ടർഗോ? നമ്മൾ പഠിച്ചതുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കുറച്ചൊന്ന് ലോജിക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. യു ഹാവ് സീൻ ദാറ്റ് ദിസ് ഇസ് ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ആൻഡ് ദിസ് ഈസ് ഒരു സാധനം നമ്മൾ ആഡ് ചെയ്തേക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുക. ആഡ് ചെയ്തിരിക്കുന്ന സാധനം എന്താണെങ്കിലും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ എന്ത് ചെയ്യാൻ പോണു? ആദ്യം എൻ്റെ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ആരൊക്കെ ഉണ്ട്? HCl, H ഉണ്ട്, Cl ഉണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ Hനെ കൊടുക്കുക, ഒരെണ്ണത്തിൽ Clനെ കൊടുക്കുക. അതെന്താ ഞാൻ Hനെ ഇവിടെ തന്നെ കൊടുത്തേ? ഞാൻ Hനെ എന്താ ഇവിടെ തന്നെ കൊടുത്തേ? Hനെ എനിക്ക് ഇവിടെ കൊടുത്തൂടെ? കൊടുക്കാം. നോ പ്രോബ്സ്. നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർ പറയും, ഓ ഞാൻ Hനെ ഇവിടെ തന്നെ കൊടുക്കണം അല്ലേ, Hനെ ഇവിടെ തന്നെ കൊടുക്കണം അല്ലേ. അങ്ങനൊന്നുമില്ല. നിനക്ക് Hനെ ഇവിടെ കൊടുക്കാം, Clനെ ഇവിടെ കൊടുക്കാം. നിനക്ക് തിരിച്ചും കൊടുക്കാം. Hനെ ഇവിടെ കൊടുക്കാം, Clനെ ഇവിടെ കൊടുക്കാം. അത് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ +1 ചെല്ലുമ്പോൾ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട്. അവിടെ നമ്മളത് പഠിക്കും. Hനെ Clനെ എവിടെ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. ഇവിടെ നമുക്ക് നോ കൺഫ്യൂഷൻ. H നിനക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, Cl നിനക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. നോ പ്രോബ്ലം. ഓക്കെ, സോ പറ. ഇവിടുന്ന് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഒരിടത്ത് Hനെ കൊടുക്കുന്നു, ഒരിടത്തിന് Clനെ കൊടുക്കുന്നു. ഒരിടത്ത് Hനെ കൊടുക്കുന്നു, ഒരിടത്ത് Clനെ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, പറ. ഞാൻ ഈ കേസിൽ Hനെ എവിടെയാണേ കൊടുത്തത്. അപ്പോൾ എന്ത് പറ്റും? CH3 സിംഗിൾ ബോണ്ട് അല്ലേ. ഇവിടെ ഞാൻ Clനെ കൊടുത്തത്. അപ്പോൾ CH2 Cl. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് പ്രോബ്ലം തരുവാണ്, വൃത്തിയായിട്ട് ചെയ്ത് നോക്കുക. ഇതാണ് പ്രോബ്ലം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് HCl. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതേമാതിരി ഒരെണ്ണോടെ തരാം. CH3 CH ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 പ്ലസ് Cl2 ചെയ്ത് നോക്കാം. ഓക്കെ, സോ ബൈ.